എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ആദ്യത്തെ ഡാറ്റ സ്ട്രക്ചർ ക്രിയേഷൻ അല്ലെങ്കിൽ ADTയുടെ ക്രിയേഷനിലേക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി അറേ എന്നുള്ള ഡിഫോൾട്ടായിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഒരു ADT അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയുണ്ടായി. അതിന് ADT നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉപയോഗിച്ചിട്ടൊന്നും നമ്മൾ അറേനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ് അറേ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നമുക്ക് അടുത്ത് കാണാൻ പോകുന്ന സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ സ്ട്രക്ചറാണ് അറേ. അതേപോലെ ഞാൻ പറഞ്ഞു, എല്ലാ ഡാറ്റ സ്ട്രക്ചേഴ്സിനും ഒരു ഇംപ്ലിമെൻറ്റേഷനും കൂടി ഉണ്ട്, പോയിൻ്റർ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാക്കിൻ്റെ അറേ ഇംപ്ലിമെൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്റ്റാക്ക് എന്താണെന്ന് കാണാം. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെൻ്റാണ് അല്ലേ. ഓരോ സാധനങ്ങളും മുകളിലേക്ക് നമുക്ക് വയ്ക്കുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ കുറേ ചെയറുകളുള്ളൊരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ചെയർസ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയായിരിക്കാം. നമുക്കൊരു പരിപാടി നടക്കുമ്പോൾ നിരത്തിയിടും നമ്മൾ. അല്ലാത്ത സമയത്തെല്ലാം നമ്മൾ മുകളിലേക്കാക്കി വയ്ക്കും അല്ലേ. അപ്പോൾ അങ്ങനെ മുകളിലേക്കാക്കി വയ്ക്കുന്ന ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുക. നിങ്ങൾ അസൈൻമെൻറ്റോ അല്ലെങ്കിൽ റെക്കോർഡുകളോ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒന്നിന് മുകളിലൊന്നായിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. മുകളിൽ വയ്ക്കുന്നതിന് ആ ഒരു അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, നമ്മൾ സാധാരണ അറേഞ്ച് ചെയ്യുമ്പോൾ പല രീതിയിലും ചെയ്യും. നിങ്ങൾ അസൈൻമെൻറ്റ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ എല്ലാവരും മുകളിൽ തന്നെ വയ്ക്കില്ല. ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യും, അവസാനം വൈകി വരുന്നവരെ ഇടയിലൊക്കെ കയറ്റി വയ്ക്കും, ചിലർ അടിയിലേക്ക് വയ്ക്കും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. നമ്മുടെ ബുക്ക് മുകളിൽ വന്നാൽ ആദ്യം തന്നെ നമ്മുടെ ടീച്ചർ നമ്മുടെ ബുക്ക് കണ്ട എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലില്ലാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അതിൻ്റെ ബുക്ക് ഓൾറെഡി ഒരു 10 ബുക്ക് ഇരിക്കുകയാണെങ്കിലും നമ്മളതിൻ്റെ ഇടയിൽ കെട്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് വയ്ക്കും. അതുപോലെ നമ്മൾ ചിലപ്പോൾ റെപ്രസെൻറ്റേറ്റീവാണ് അസൈൻമെൻറ്റ് കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും, എൻ്റെ അസൈൻമെൻറ്റ് ഇടയിൽ വയ്ക്കിട്ടോ, മുകളിൽ വയ്ക്കണ്ട കേട്ടോ അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. എന്നാൽ സ്റ്റാക്കിൽ ഈ പറയുന്ന പോലെ ഇടയിൽ കയറ്റി വയ്ക്കൽ സമ്മതിക്കുന്ന ഒരു ടൈപ്പല്ല. ഓക്കെ, നമ്മൾ നോർമലി എങ്ങനെയാണ് സ്റ്റാക്കിൽ വാല്യൂസ് വയ്ക്കുക, മുകളിലാണ്. അപ്പോൾ ബുക്കുകളാണ് വയ്ക്കുന്നതെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഏറ്റവും താഴെ ഒരു ബുക്ക് ഉണ്ടാവും, അതിൻ്റെ മുകളിലൊന്ന് എന്ന രീതിയിലാണ് നമ്മൾ വയ്ക്കുക. ആ പറയുന്നത് പോലെ മാത്രമേ നമുക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ വാല്യൂസ് ഈ സ്റ്റാക്കിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റാണ് സ്റ്റാക്ക്. അപ്പോൾ ഇൻസേർഷൻ നമ്മൾ വയ്ക്കുന്നത് എപ്പോഴും എവിടെയാണ്, മുകളിൽ. ഓക്കെ, മുകളിൽ എന്നുള്ളത് നമ്മളിവിടെ ടോപ്പ് എന്നൊരു നോഷനാണ് പറയുക. അപ്പോൾ ടോപ്പിൽ മാത്രം ഇൻസേർഷൻ നടക്കുന്നു. ഓക്കെ, പിന്നെ ടീച്ചറാണെങ്കിലും അല്ലെങ്കിൽ ആ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അത് സംഗതി എടുക്കുന്ന ആൾ, ഇപ്പോൾ ചെയറാണെങ്കിൽ ചെയർ എടുക്കുന്നത് നമ്മൾ മുകളിൽ നിന്നാണ്, താഴെ നിന്നൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അതിന് മുകളിൽ 10 ചെയറിൻ്റെയും 9 ചെയറിൻ്റെയും ഭാരം നോക്കിയിട്ട് വേണം, നമുക്ക് ഭാരം താങ്ങിയിട്ട് വേണം നമ്മൾ താഴത്തെ ചെയർ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യും, എളുപ്പത്തിന് മുകളിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മുകളിൽ മാത്രം, അത് ടോപ്പിൽ മാത്രം വയ്ക്കലും ടോപ്പിൽ നിന്ന് മാത്രം എടുക്കുന്ന ഒരു രീതി. ഓക്കെ, രണ്ടും ഇൻസേർഷനും അതുപോലെ ഡിലീഷൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ റിട്രീവൽ. ആ രണ്ടും നടക്കുന്നത് ടോപ്പിൽ മാത്രമാണെങ്കിൽ, ടോപ്പ് പൊസിഷനിൽ മാത്രമാണെങ്കിൽ നമ്മളതിന് പറയുന്ന ആ ഡാറ്റ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ബുക്കുകളുടെ ഒരു അറേ, ഒരു സ്റ്റാക്ക്, ഒരു അറേഞ്ച്മെൻറ്റ്, അത് നമ്മൾ മുകളിലായിട്ട് വയ്ക്കുന്നു. ചെയേഴ്സ് ആണെങ്കിൽ ചെയേഴ്സ് മുകളിൽ വയ്ക്കുന്നു. ഓരോ പുതിയ വാല്യൂസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് വരുമ്പോഴും വയ്ക്കുന്നത് മുകളിൽ മാത്രമാണ്. അതുപോലെ തിരിച്ചെടുക്കുമ്പോഴും മുകളിൽ നിന്ന് മാത്രമാണ് ഓരോന്നായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് സ്റ്റാക്ക്. അപ്പോൾ നമുക്ക് പല സ്ഥലത്തും നമുക്ക് ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നിർബന്ധമായി വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞപ്പോൾ എൻവിറോൺമെൻറ്റൽ സ്റ്റാക്ക് സ്പേസ് എന്നൊരു കാര്യം, അതായത് ഫങ്ഷൻസ് കോൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഒരു റിക്കേഴ്സീവ് ഫങ്ഷൻ തന്നെ എടുക്കാം. ഇപ്പോൾ 5 എന്നുള്ള ഒരു വാല്യൂവിൻ്റെ നമുക്ക് ഫാക്ടോറിയൽ കാണണം. അപ്പോൾ നമ്മൾ ഫാക്ട് ഓഫ് 5 എന്ന് കൊണ്ട് കോൾ ചെയ്തു. ഫാക്ട് ഓഫ് 5ൽ നിന്ന് എന്ത് ചെയ്യും, ഫാക്ട് ഓഫ് 4നെ കോൾ ചെയ്യും, 4ൽ നിന്ന് 3നെ കോൾ ചെയ്യും, 3ൽ നിന്ന് 2നെ കോൾ ചെയ്യും, 2ൽ നിന്ന് 1നെ കോൾ ചെയ്യും. ഓക്കെ,
വേണമെങ്കിൽ 1 നിന്ന് 0 കോൾ ചെയ്യാം. അവിടെ 0ൻ്റെ ഫാക്ടോറിയൽ 1 ആണെന്ന് പറഞ്ഞ് തിരിച്ച് വരാം. ഓക്കെ. അപ്പോൾ എന്തായാലും സപ്പോസ് ഇങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾ വിചാരിക്കുക. ഫാക്ടോറിയൽ ഓഫ് 5നെ കോൾ ചെയ്തു, അതിനുശേഷം ഫാക്ടോറിയൽ ഓഫ് 4നെ കോൾ ചെയ്തു, അതിനുശേഷം 3നെ കോൾ ചെയ്തു, 2നെ കോൾ ചെയ്തു, 1നെ കോൾ ചെയ്തു, 0നെ കോൾ ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഓരോ കോൾ നടക്കുമ്പോഴും ഈ ഒരു ഫാക്ടോറിയൽ എന്നുള്ള ഫംഗ്ഷൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷനാണ് നടക്കുന്നത്. ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അല്ലാതെ നമ്മൾ എഴുതിയ കോഡ് വീണ്ടും ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ല. എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് വിളിച്ചു, അതിൽ നിന്ന് ഫാക്ടോറിയൽ ഓഫ് 4 ക്രിയേറ്റ് ആയി. ഓക്കെ. അപ്പോൾ ഈ ഫാക്ടോറിയൽ ഓഫ് 4 ക്രിയേറ്റ് ആയി, അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് 4ലേക്ക് എക്സിക്യൂഷൻ പോകുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് 5 എന്നുള്ള ഫംഗ്ഷൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 5ൻ്റെ ഉള്ളിൽ നിന്ന് എത്രയോ ഇപ്പോൾ 10 സ്റ്റെപ്പുകളുണ്ടെങ്കിൽ അതിൽ 5ാമത്തെ ലൈനിൽ വെച്ചിട്ടാണ് ഫാക്ടോറിയൽ ഓഫ് 4ലേക്ക് പോയതെന്ന് വിചാരിക്കുക. ഇനി 5ൽ ചിലപ്പോൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടാവും. 6, 7, 8, 9, 10 അത്രയും ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരിക്കും ഫാക്ടോറിയൽ ഓഫ് 5ന്. പക്ഷേ ആ 10 സ്റ്റെപ്പും കഴിയുന്നതിന് മുമ്പ് 5ൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഫാക്ടോറിയൽ ഓഫ് 4ലേക്ക് ജമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 4ലേക്ക് ജമ്പ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഫാക്ടോറിയൽ ഓഫ് 4ൻ്റെയും 5ാമത്തെ സ്റ്റെപ്പിലാണ് ഈ ഫാക്ടോറിയൽ ഓഫ് 3ക്കുള്ള കോൾ ഉള്ളത്. അപ്പോൾ വീണ്ടും 5 സ്റ്റെപ്പ് ചെയ്തു, ബാക്കി അവിടുന്ന് വീണ്ടും ഫാക്ടോറിയൽ ഓഫ് 3ലേക്ക് പോയി, ബാക്കി 5 ചെയ്യാനുണ്ട്. ഓക്കെ. അതുപോലെ 3ലും അതേപോലെ 5 ചെയ്തു, 5ാമത്തേൽ വെച്ച് 2ലേക്ക് പോയി, 2ലും അതേ 5ാമത്തേൽ വെച്ച് 1ലേക്ക് പോയി, 1ലും 5ാമത്തേൽ വെച്ച് 0ലേക്ക് പോയി. 0 എന്ന് ഇനി ആരെയും വിളിക്കാനില്ല, അതിൽ 10 സ്റ്റെപ്പും വർക്ക് ചെയ്യും. 10 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ. ഓക്കെ. ആദ്യത്തിൽ മുതൽ എല്ലാത്തിലും 10 സ്റ്റെപ്പാണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. അപ്പോൾ 10 സ്റ്റെപ്പ് 0ൽ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും, 1ലേക്ക് തിരിച്ചു വരും. ഫാക്ടോറിയൽ ഓഫ് 1ലേക്ക് തിരിച്ചു വന്ന് 5ാമത്തെ ലൈൻ കംപ്ലീറ്റ് ചെയ്യും. 6, 7, 8, 9, 10 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അതിൽ ചിലതൊക്കെ ചിലപ്പോൾ നമ്മൾ ഇഫ് എൽസ് ഒക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ജനറലി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ 10ാമത്തെ ലൈനും കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് 1ൻ്റെ കഴിഞ്ഞു 2ലേക്ക് വന്നു. 2ലും ഈ പറഞ്ഞ പോലെ 5 കംപ്ലീറ്റ് ചെയ്തു. 6, 7, 8, 9, 10 കംപ്ലീറ്റ് ചെയ്ത് 3ലേക്ക് വന്നു. 3ലും 10 കംപ്ലീറ്റ് ചെയ്തു. 4ലേക്ക് വന്നു. 4ലും 10 കംപ്ലീറ്റ് ചെയ്ത് 5ലേക്ക് വന്ന് പിന്നെ 5ൽ 10 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആ ഫാക്ടോറിയൽ ഓഫ് 5നെ കോൾ ചെയ്തിട്ടുള്ള മെയിൻ ആണെങ്കിൽ മെയിൻ, അല്ലെങ്കിൽ വേറെ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്കാണെങ്കിൽ അതിലേക്ക് തിരിച്ചു പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലെന്താണ് സ്റ്റാക്കിൻ്റെ റോളെങ്കിൽ, നമ്മളിപ്പോൾ 5ൽ നിന്ന് ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് 5 ഇൻകംപ്ലീറ്റ് ആയ സമയത്താണ് നമ്മൾ 4ലേക്ക് പോയത്. അപ്പോൾ നമുക്ക് 4ൽ നിന്ന് ആൻസർ കിട്ടിക്കഴിഞ്ഞ് 5ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ 5ൽ ഓൾറെഡി ഫാക്ടോറിയൽ ഓഫ് 5ൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ടാവും. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ 5ാമത്തെ ലൈനിൽ വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ വെച്ചിട്ട് 5ാമത്തെ എന്ന് വിചാരിക്കുക, 5ാമത്തെ ലൈനിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, 4ലേക്ക് പോയി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 5ാമത്തെ ഫാക്ടോറിയൽ ഓഫ് 5 എന്നുള്ള ഫംഗ്ഷൻ്റെ എക്സിക്യൂട്ടബിൾ ഇമേജാണ്. ആ ഇമേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി 6 മുതലുള്ളത് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്യണം, 5ൽ നിന്ന് 4ലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ. എന്നാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഏത് ലൈനിലാണ് നമ്മൾ പോയത്, ഏത് ലൈനിലേക്കാണ് തിരിച്ചു വരേണ്ടത്, നമ്മൾ ഓൾറെഡി ഇനി അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ നമുക്ക് എടുക്കണം. അതിൻ്റെ ഫർദർ കാൽക്കുലേഷൻസ് 6, 7, 8, 9 ലൈനിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറെ ഫംഗ്ഷനിലേക്ക്, ഇപ്പോൾ നമ്മൾ ഫാക്ടോറിയലാണെങ്കിൽ അതേ ഫംഗ്ഷൻ്റെ തന്നെയാണ് വേറൊരു ഇമേജിലേക്കാണ് നമ്മൾ മാറുന്നത് മാത്രം. ഇങ്ങനെയല്ലാതെ സാധാരണ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വേറെ യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ വിളിക്കുമ്പോഴും ഇതേ കാര്യങ്ങളൊക്കെ നടക്കുക. കാരണം ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എല്ലാ അടുത്തേക്ക് പോകുന്നത്, അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് ഇതിൽ വീണ്ടും നമ്മുടെ വാല്യുവേഷൻസ്, അതിൻ്റെ എന്തൊക്കെയാണ് കാൽക്കുലേഷൻസ് അതൊക്കെ നമുക്ക്